എണ്ണയിൽ മുക്കി പൊരിക്കാത്ത ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറിൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 250 ഗ്രാമോളം ചിക്കനും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് വെന്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വീതം സവാള, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ക്രീമി ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും 1 കപ്പ് പാലും ചേർത്തിട്ട് മിക്സ് ആക്കാം. പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മാവ് ഉണ്ടാക്കിയെടുക്കണം. ഇനി പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ദോശ ഒന്ന് വെന്ത് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ചുട്ടെടുത്തിട്ടുള്ള ദോശ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു പീസ് ചീസ് കൂടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. മുഴുവൻ സ്നാക്സും മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്നാക്ക് വെച്ച് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ കളറാക്കി എടുത്താൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.